ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നോക്കാൻ വന്നത് ബേമാക്സിൻ്റെ എപ്പിസോഡ് 4 അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡായിട്ട് പോയി കണ്ടിട്ടില്ലേ, പോയി കണ്ടിട്ട് വരിക. ഇനി ബേമാക്സ് ആരൊക്കെ സഹായിക്കുമെന്നത് നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ കാണിക്കുന്നത് ഒരു പൂച്ചനെയാണ്. ഈ പൂച്ച ഒരു മീനെ തിന്നെയാണ്. അപ്പോൾ തന്നെ ആ പൂച്ചയുടെ പുറകിൽ ഒരു വാനും വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇയാളെ കൈയിൽ നിന്ന് ഒരു കൊട്ടയൊക്കെ എടുത്തിട്ട് ഇയാൾ നേരെ മാർക്കറ്റിൽ വരികയാണ്. അതൊരു ഫിഷ് മാർക്കറ്റാണ്. ഇയാൾ അവിടെ പോയിട്ട് ഒരു ഫിഷ് വാങ്ങാൻ നിൽക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ കഥാനായകൻ്റെ അടുത്തേക്ക് യുക്കിയോ എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ അവിടെ സംസാരിക്കുകയാണ്. എന്താണ് നീ ഫിഷ് സൂപ്പ് അല്ലാതെ വേറൊന്നും ട്രൈ ചെയ്യാത്തതെന്ന് ചോദിക്കുകയാണ്. അന്നപ്പം പറയുകയാണ് അവൻ, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വേറൊന്നിലേക്കും കടക്കരുത്, നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഒക്കെ വേണം, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും വേറെ ട്രൈ ചെയ്യാത്തത് എന്നൊക്കെ പറയുകയാണ് അവൻ. അങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ തന്നെ യുക്കിയോ പറയുകയാണ് എംബീറ്റിനോട്, നമ്മുടെ കഥാനായകൻ്റെ പേര് എംബീറ്റ് എന്നാണ്. പറയാണ്, നിനക്ക് ആപ്പിൾ ജ്യൂസ് ഒക്കെ വേണമെങ്കിൽ എൻ്റെ ബൂത്തിലേക്ക് വന്നാൽ മതി, ഞാൻ ബൂത്തിൽ 12 ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ ഇവർ സംസാരിച്ച് തന്നെ കൂളായിട്ട് നമ്മുടെ എംബീറ്റോ നേരെ അവൻ്റെ വാനിലേക്ക് കയറുകയാണ്. അവൻ്റെ വാനിലേക്ക് അവൻ കയറുന്നത് തന്നെ അവന് ഫിഷ് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ അങ്ങനെ അവൻ്റെ കുക്കിംഗ് ഒക്കെ ആരംഭിക്കുകയാണ്. അങ്ങനെ അവൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അവൻ്റെ ആ റൂമിലെ ഒരു പ്രത്യേക ഫോട്ടോയിലേക്ക് അവൻ നോക്കുകയാണ്. അത് അവൻ്റെ ഒരു ഫാമിലി ഫോട്ടോ ആയിരുന്നു. അവിടെ അവൻ നോക്കുമ്പോൾ അവൻ്റെ അച്ഛൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. അങ്ങനെ അവൻ ആ ഡോറ് തുറക്കുകയാണ്. ഡോറ് തുറക്കുമ്പോൾ തന്നെ ലവ് ഫിഷ് എന്നെഴുതിയ ഒരു കരണ്ടി ഉണ്ടായിരുന്നു. ആ സ്പൂൺ അവൻ എടുക്കുകയാണ്. എന്നിട്ട് അവൻ അതിൽ കുക്കിംഗ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ അവൻ്റെ കട അവൻ ഓപ്പൺ ചെയ്യുകയാണ്. അവൻ്റെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരാൾ അവിടെ വന്ന് ചോദിക്കുകയാണ്, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ എന്തോ ഉണ്ടോന്ന്. അല്ല, ഇവിടെ ഫിഷ് സൂപ്പ് മാത്രമേ ഉള്ളൂ എന്നയാൾ പറയുകയാണ്. ആദ്യം നിൽക്ക്, അവിടെ കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഒരു ആപ്പിൾ കിട്ടുന്ന ഷോപ്പുണ്ട്, അവിടേക്ക് പോയാൽ മതി, അവിടെ കിട്ടും എന്ന് പറയുകയാണ്. അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള വഴി അവൻ്റെ കൈ ഉപയോഗിച്ച് അവൻ കാണിച്ചു കൊടുക്കുകയാണ്. കാണിച്ചു കൊടുക്കുന്ന നേരമാണ് അവൻ്റെ കൈ അവൻ ശ്രദ്ധിക്കുന്നത്. അതൊന്നാകെ ചുവന്ന് തുടുത്തിരുന്നു. ഇത് കണ്ടത് ഇവൻ എന്ന് പറയാണ്. അത് കേട്ടത് നമുക്കറിയാമല്ലോ, നമ്മുടെ ബേമാക്സ് അങ്ങോട്ട് എത്തുകയാണ്. ബേമാക്സ് അങ്ങോട്ട് എത്തിയതും ബേമാക്സ് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളൊന്ന് സ്കാൻ ചെയ്യട്ടെ. അതപ്പോൾ അയാൾ വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാണ്. പക്ഷേ അതിന് മുന്നേ തന്നെ ബേമാക്സ് സ്കാൻ ചെയ്യാൻ ആരംഭിച്ചിരുന്നു. അപ്പോൾ ബേമാക്സിന് കാര്യം പിടികിട്ടുകയാണ്. അപ്പോൾ തന്നെ അവിടെ ലഞ്ച് ബ്രേക്കായി ആളുകൾ ഫിഷ് സൂപ്പ് കുടിക്കാൻ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇതേ സമയത്താണ് ബേമാക്സ് അവൻ്റെ അസുഖത്തെക്കുറിച്ച് പറയുന്നത്. ഇത് ആൻജൈഡീമയാണ്, അതായത് ഒരു ഇൻഫെക്ഷൻ, അതായത് കൈ നീര് വെച്ച് വീർക്കുക, എന്നിട്ട് ഒരു അലർജി കൂടെ. ഫിഷിൽ നിന്നാണ് ഇതിങ്ങനെ വരാൻ ചാൻസ് കൂടുതൽ. ഫിഷിനോടാണെങ്കിൽ എനിക്ക് അലർജി ഒന്നുമില്ല, ഞാൻ കുറേ വർഷമായി ഫിഷ് തന്നെയാണ് യൂസ് ചെയ്യാറ്, അതുകൊണ്ട് അതെനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ബേമാക്സിനെ അവൻ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. ഇത് കേട്ടതും ബേമാക്സ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ നിനക്ക് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടാകും, എങ്ങനെയെങ്കിലും എവിടുന്ന് ഏതെങ്കിലും സെൽസ് ആക്റ്റീവ് ചെയ്യാനും അവിടെ നിന്ന് ഫിഷ് അലർജി കൂടാനും ചാൻസ് കൂടുതലാണ്. എന്നിട്ട് ബേമാക്സ് പറയാണ്, നീ പേടിക്കണ്ട, നിനക്കൊരു ആൻറ്റി അലർജിക് ആയിട്ടുള്ള ഒരു ഇൻഡക്ഷൻ തരാം. ഇത് കണ്ടത് അവൻ ഇൻഡക്ഷൻ പേടിയെന്ന് പറഞ്ഞ് അവനവിടുന്ന് വണ്ടി എടുത്ത് അവിടുന്ന് ഓടിപ്പോവുകയാണ്. ഇത് കണ്ടത് ബേമാക്സ് അവനെ വിടാതെ അവൻ്റെ പുറകെ തന്നെ കൂടുകയാണ്. അവന് മനസ്സിലാകാണ് ബേമാക്സ് അവനെ ഫോളോ ചെയ്യുന്നുണ്ടത്. ഇതേ സമയം തന്നെ അവൻ്റെ കസ്റ്റമേഴ്സ്, അതായത് ഫിഷ് സൂപ്പ് കഴിക്കാൻ വന്നവരൊക്കെ അവിടെ നിന്ന് പോവുകയാണ്. അതായത് അവനാണത് കച്ചവടം അവിടുന്ന് ഡ്രോപ്പായി പോവുകയാണ്. ആ സിറ്റി മുഴുവൻ ഇവൻ ആ ബേമാക്സിനെ കൊണ്ട് ഓടിപ്പിക്കുകയാണ്. ഇവനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇവൻ്റെ മുഖമൊക്കെ ആകെ വിങ്ങി പൊട്ടിയ അവസ്ഥയിലായിരുന്നു. കാരണം അലർജി കൂടിക്കൂടി വരികയാണ് ഇവന്. അങ്ങനെ അവൻ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ആ വണ്ടി അവിടെ നിന്ന് ആക്സിഡൻ്റ് ആവുകയാണ്. അതിനിടയ്ക്ക് ബേമാക്സ് അവനെ തൂക്കിയെടുത്ത് അവനെ സേവ് ആക്കുകയാണ്. അങ്ങനെ ബേമാക്സ് അതിൻ്റെ ഇടയ്ക്ക് അവന് ഇൻജക്ഷനും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അന്നപ്പം അവൻ്റെ ആ സ്പൂണില്ലേ, ആ സ്പൂണ് അവൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്പൂണ്, ആ സ്പൂണ് പൊട്ടിപ്പോകുന്നുണ്ട്. വേറെ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവൻ അവിടുന്ന് ബേമാക്സിൻ്റെ കൂടെ ഇൻഡക്ഷൻ എടുക്കുകയാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം പറയുകയാണ്, എനിക്കിന്ന് തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എൻ്റെ ജീവിതം തന്നെ ഇത് ആപത്താണ്. പക്ഷേ ഞാനത് എങ്ങനെ നിർത്താനാണ്, എൻ്റെ അച്ഛനും അമ്മയും തുടങ്ങിയ ബിസിനസ്സാണിത്. അവരാണെങ്കിൽ അവരുടെ ചെറിയ പ്രായത്തിൽ തുടങ്ങിയതാണ് ഈ ബിസിനസ്, അവർ ധീരതയോടെ തുടങ്ങിയതാണ് ഈ ബിസിനസ്, അവരങ്ങനെ ഒരിക്കലും നിർത്തിയിട്ടില്ല. എനിക്കിതല്ലാതെ വേറൊരു വഴിയുമില്ല, എനിക്കല്ലാതെ വേറൊരു ബിസിനസ് അറിയില്ല എന്ന് ബേമാക്സിനോട് പറയുകയാണ് അവൻ. ഇത് കേട്ടതും ബേമാക്സ് പറയാണ്, നീ വിഷമിക്കേണ്ട, നിൻ്റെ അച്ഛനും അമ്മയും ആ പ്രായത്തിലെടുത്ത ധൈര്യമില്ലേ, ആ ധൈര്യം നിനക്ക് ഈ പ്രായത്തിലെടുക്കാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ നിനക്ക് അവരെക്കാൾ സമ്പന്നരാ എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെ അവൻ ആകെ വിഷമിച്ചിരുന്നു. അവൻ്റെ സൂക്കേടാകട്ടെ അതിനനുസരിച്ച് കൂടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനൊരു ആഗ്രഹം തോന്നുകയാണ്, ഒന്ന് മാറി ചിന്തിച്ചാലോ, ഇവൻ പറഞ്ഞത് ശരിയല്ലേ. അങ്ങനെ പറഞ്ഞ് അവനൊരു സന്തോഷത്തോടെ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ ബിസിനസ് ഒന്ന് മാറി ചിന്തിക്കാൻ തീരുമാനിക്കുകയാണ്. അവൻ്റെ ആ സ്പൂണില്ലേ, അതിൽ ഫിഷ് എന്ന് മാറ്റി ലവ് ലൈഫ് എന്നാക്കുകയാണ്. എന്നിട്ട് അവൻ്റെ ബിസിനസ് അവൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവൻ അവിടുന്ന് ഒരു പുതിയ ഫ്രൂട്ട് എടുത്ത് കഴിക്കുകയാണ്. എന്നിട്ട് നീയും തയ്യാറല്ലടാ എന്ന് ബേമാക്സിനോട് ചോദിക്കുകയാണ്. അവനാകട്ടെ ആ മാർക്കറ്റിലൊക്കെ ആകെ എൻജോയ് ചെയ്ത് പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യുകയാണ്, അവരൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവനാകട്ടെ നമ്മുടെ യുക്കിയല്ലേ, യുക്കി എന്ന് പറയുന്നത് ഒരു ഗേളാണ് കേട്ടോ. ആ ഗേളിനോട് അവൻ ചോദിക്കുകയാണ്, ഇവനൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്, നീ ഡേറ്റിന് വരുന്നോ ചോദിക്കുകയാണ്.
അങ്ങനെ യുക്കിയും തയ്യാറാകുകയാണ്. ഞാനും ഡേറ്റിന് വരാം എന്ന് പറയുകയാണ്. ഇവനുള്ളോട് സംസാരിക്കുന്ന നേരം തന്നെ ബേമാക്സ് പറയുകയാണ്, നിന്റെ ശരീരത്തിൽ ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട്, നിനക്ക് അഡ്രിനാലിൻ കൂടുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പാരൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെക്കൻ അങ്ങനെയൊക്കെ പറഞ്ഞ് അവനവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കുകയാണ്. അതേസമയം തന്നെ യുക്കിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ്റെ മനസ്സിൽ എന്താ ഉള്ളതെന്നൊക്കെ. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അവസാനത്തെ സീഡിൽ ബേമാക്സിൻ്റെ ഓണർ പോരുന്ന സമയത്ത് അവനൊരു പ്രത്യേക സ്മെല്ലടിക്കുകയാണ്. അതെന്താ ബേമാക്സ് എന്ന് ചോദിച്ചതും അവനൊരു ഫിഷ് എടുത്ത് കാണിക്കുകയാണ്. ഈ ഫിഷിൻ്റെതാണോ ഈ മണമെന്ന് ചോദിക്കുകയാണ്. നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ ചോദിക്കുകയാണ്, നമുക്കൊരു ഫിഷ് സൂപ്പ് ഉണ്ടാക്കിയാലോ എന്ന് അയാൾ ചോദിക്കുന്നതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ഈ എപ്പിസോഡ്? നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് 5ാമത്തെ എപ്പിസോഡ് കൊണ്ട് വരുന്നവരെ ടാറ്റാ.